ഓപ്പോയുടെ ഓപ്പോ റെനോ 3 പ്രോ എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോകത്തെ ആദ്യത്തെ 44 മെഗാ പിക്സൽ ഡ്യുവൽ സെൽഫി ക്യാമറയും ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 3 പ്രോയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓപ്പോ റെനോ 3 പ്രോ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ E3 സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 91.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 0.34 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫോൺ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ അധികം വെയിറ്റ് ഉള്ള ഒരു ഫോണൊന്നുമല്ല. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 175 ഗ്രാമാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു ഗ്രേഡിയൻ ക്ലിയർ ഫിനിഷൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P95 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് ഹീലിയോ P95. പിന്നെ നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 855 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനർത്ഥം ഈ പ്രോസസ്സർ മോശമാണെന്നല്ല. ഹെവി ഗെയിമേഴ്സിന് ഈ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സർ മതിയായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് 8 GB റാമാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. ഒരു വെർഷനിൽ 128 GB ഇൻറ്റേണലും മറ്റൊരു വെർഷനിൽ 256 GB ഇൻറ്റേണലുമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈപ്പർ ബൂസ്റ്റ് എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി FPS 38%, അതുപോലെ ടച്ച് റെസ്പോൺസ് റേറ്റ് 16% കൂടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഗെയിം കളിക്കുമ്പം ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടി കൂളിംഗ് സിസ്റ്റം ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മൾട്ടി കൂളിംഗ് സിസ്റ്റത്തിൽ 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്: കൂളിംഗ് ജെൽ, ഗ്രാഫൈറ്റ് ലെയർ, പിന്നെ കോപ്പർ പൈപ്പും. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ColorOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 5x ഹൈബ്രിഡ് സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 20x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മോണോക്രോം ലെൻസും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൻ്റെ മെയിൻ സെൻസർ 64 മെഗാ പിക്സലിലേതാണെങ്കിലും ഈ ഫോണിൽ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് എടുക്കാൻ കഴിയും. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഡാർക്ക് മോഡ് എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സ്റ്റെബിലൈസേഷനുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് അൾട്രാ സ്റ്റഡി വീഡിയോ 2.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 44 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ നമുക്ക് 44 മെഗാ പിക്സലിൻ്റെ ഒരു ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ നൈറ്റ് സെൽഫി മോഡ് എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4025 mAhൻ്റെ ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 20 മിനിറ്റ് കൊണ്ട് ഈ ഫോൺ നമുക്ക് 50% വരെയും അതുപോലെ 56 മിനിറ്റ് കൊണ്ട് ഫോൺ ഫുള്ളായിട്ടും ചാർജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 128 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 29,990 രൂപയും 256 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 32,990 രൂപയുമാണ്. പിന്നെ മാർച്ച് 6 മുതൽ ഈ ഫോണിൻ്റെ 128 GB ഇൻറ്റേണൽ വെർഷൻ നമുക്ക് ലഭിച്ചു തുടങ്ങും. പിന്നെ ഇത് ഓഫ്ലൈൻ ഫോണാണ്. പുറത്ത് ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോർ വഴി നമുക്ക് ഈ ഫോൺ മേടിക്കാവുന്നതാണ്. പിന്നെ ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10% ഓഫ് ലഭിക്കും. പിന്നെ ഈ ഫോൺ മേടിക്കുമ്പം 1 രൂപയും കൂടി കൊടുത്താൽ വയർലെസ് സ്പീക്കേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ എൻകോ ഫ്രീ ഹെഡ്സെറ്റ് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2000 രൂപയുടെ ഓഫും ലഭിക്കും.
അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു ഫോണാണ് ഓപ്പോ റെനോ 3 Pro. നിങ്ങളൊരു ഫോൺ എടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത് ഡിസൈനും ക്യാമറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്.